എംഎൽഎക്ക് വളരെയധികം സന്തോഷമായി. എന്താണ് കോയ ഇങ്ങനെ വഴി അടച്ച് നിൽക്കാതെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നിൽക്ക്, അവർക്കൊരു കാറ്റൊക്കെ കിട്ടിക്കോട്ടെ. പിന്നെ സത്യശീല എംഎൽഎ പെട്ടെന്ന് പോകാൻ കാരണേ വേറൊരു വായനശാലയുടെ ഉദ്ഘാടനത്തിന് പോയതുകൊണ്ടാണ്. അതെ പറഞ്ഞു. പിന്നെ മൂപ്പര് പ്രത്യേകം പറഞ്ഞിരിക്കണ് 12 വായനശാലന്റെ ഉദ്ഘാടനം ഇപ്പൊ ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ് അതിൽ ഏറ്റവും മനോഹരമായത് ഈ വായനശാലയുടെ ഉദ്ഘാടനം. മറ്റൊരു കാര്യം സെക്രട്ടറിനെ പ്രത്യേകം എടുത്ത് പറഞ്ഞിരിക്കണ്, എന്നോട് പ്രത്യേകം ചോദിച്ചിരിക്കണ്. പ്രസിഡന്റിന് ഇത്ര പ്രായമുള്ള ആൾക്കാരെ പ്രസിഡന്റ് ആക്കണ്ടെന്ന് മാറ്റിക്കൊള്ളാൻ പറഞ്ഞു. ഇതുമാതിരി മിടുക്കന്മാരായ സെക്രട്ടറിമാരുണ്ടെങ്കിൽ വായനശാലകളുണ്ടല്ലോ വളർന്ന് വളർന്ന് എത്തിക്കണിയായി പോയില്ലേ. അപ്പൊ നോക്കിക്കളി കംപ്ലീറ്റ് ഓപ്പറേഷൻ. സാറിന് ഓപ്പറേഷൻ അറിയാമോ? എനിക്കറിയില്ല. അറിയാൻ പാടില്ലെങ്കിൽ തുടരും. അറിയില്ലെങ്കിൽ പിന്നെ അത് തൊട്ട് കേടാക്കണ്ട. അവർക്കൊന്ന് പറഞ്ഞു കൊടുത്തേക്ക് കാര്യങ്ങളൊക്കെ. എല്ലാവരും കണ്ടല്ലോ. നമ്മൾ ഓപ്പൺ ചെയ്യാണ്. ഒന്ന് നോക്കിക്കോളും. ഒന്ന് മാറിയിട്ട് ആരാ ലൈബ്രറിയൻ? അറിയില്ല. പഠിക്കണം, തള്ളണ്ട. അതെ സെക്രട്ടറി, അറിയാത്തവരാരും ഇതിന് മേലെ കൈ വെക്കാത്ത നല്ലത്. കേട്ടല്ലോ, ഇത് കമ്പ്യൂട്ടർ ആണ്. അറിയാത്തവർ ഒറ്റാൾ ഇതിന്റെ മുകളിൽ ഒന്ന് കൈ വെക്കരുതെന്ന്. ആർക്കും കാണാൻ പറ്റില്ല. പിന്നെ എന്തിനു ഇവിടെ ഉണ്ടെന്ന് വെച്ചാൽ ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചാളി. എല്ലാം ഒന്ന് പഠിപ്പിച്ചു കൊടുത്തേക്ക് കേട്ടോ മന്മത. മെല്ലെ നമ്മൾ എല്ലാം കണ്ടു പഠിക്ക്. മൗസ് നീക്കി മെല്ലെ നമ്മൾ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോ വേണ്ട, അത് ഓപ്പൺ ആയി. ഇല്ല ഇല്ല, ഇപ്പൊ ക്ലിക്ക് ചെയ്യണ്ട. ഇപ്പൊ ഞാൻ പറയുന്നത് കേട്ട് മനസ്സിലാക്കിയാൽ മതി. മൗസ് ഇട്ടാ കീബോർഡ്, മൗസ്, CPU, മോണിറ്റർ, എല്ലാരും കണ്ടല്ലോ. ഇത്രയൊക്കെ ഉള്ളൂ ഇതിന്റെ ഓപ്പറേഷൻ. സത്യശീല, MLA പ്രസംഗത്തിനിടക്ക് പറഞ്ഞൊരു കാര്യം ശ്രദ്ധിച്ചു ഞങ്ങള്. വായന മരിച്ചു പോകുന്ന മൂപ്പര്. വായന മരിക്കണത് നിങ്ങളെപ്പോലുള്ള ആൾക്കാരുള്ളപ്പോ. അല്ലെങ്കിൽ സത്യൻ സാർ സെക്രട്ടറി ആയതിനു ശേഷം ഇവിടെ എന്തെല്ലാം വികസന പ്രവർത്തനങ്ങളാണ് നടന്നിട്ടുള്ളത്. കണ്ട് പഠിക്കേണ്ട ചിലരല്ല. സാറേ, എന്റെ ഊണിൽ ഉറക്കത്തിലുള്ള ഒരേ ഒരു ചിന്ത ഈ വായനശാലയെ ലോക നിലവാരത്തിലുള്ള ഒരു വായനശാലയാക്കി മാറ്റുക. അതൊക്കെ മാറൂടോ, അത്ര നല്ല മനസ്സല്ലേ നിങ്ങൾക്ക്. പിന്നെ നമ്മളായിട്ട് ഇറങ്ങിയാണ്. എല്ലാവരും ഒന്ന് മാറി. നമ്മളെ ഇത് കൊണ്ടുവന്ന ആ ബോക്സ് എവിടെ? പെട്ടിയോടെ പോയി അതെടുത്തോ. ഇത് ഞാനെടുത്ത് കണക്ഷൻ എടുത്തിട്ടില്ല, അത് ഞാൻ എടുത്തു വെച്ചോളാം. അല്ല, ഇത് ഇവിടെ തന്നെ ഇരിക്കട്ടെ. നമ്മൾ ഈ മേശപ്പുറത്ത് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത് ഇവിടെ വെക്കല്ലേ, ഇത് ഞങ്ങൾ കൊണ്ടുപോകല്ലേ. കൊണ്ടുപോകും. ഇത് ഞങ്ങൾ കൊണ്ടുപോവാണ്. അപ്പൊ ഞങ്ങളുടെ കമ്പ്യൂട്ടർ നിങ്ങൾക്കുള്ള വേറെ വരൂ. എപ്പോ വരും? അത് ഇതിപ്പോ തൽക്കാലം ഉദ്ഘാടനത്തിന് വേണ്ടി കൊണ്ടുവന്നാണ്. ഇലക്ഷനല്ലേ വരുന്നത്. അതിന്റെ ഇടയ്ക്ക് MLAക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടി എന്നൊക്കെ പറയണ്ടേ, അതിന് വേണ്ടി കൊണ്ടുവന്നാ.